Hi guys, welcome back to my channel. I am Dilshad. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആക്സസറീസ് മോഡിഫിക്കേഷൻ അല്ല. ഇന്ന് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു 2003 അതുപോലെ അതിനു മുമ്പുള്ള വണ്ടികൾ മാരുതിയിൽ തന്നെ പവർ സ്റ്റിയറിംഗ് ഇല്ലാതെ ഇറങ്ങിയിരുന്ന ഒരുപാട് വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ മാരുതി 800 അതുപോലെ ആൾട്ടോ അതുപോലെ സെൻ അങ്ങനെയുള്ള വെഹിക്കിൾസിലെല്ലാം പവർ സ്റ്റിയറിംഗ് കൊടുക്കാതെ ഇറങ്ങിയിരുന്നു. അതൊക്കെ ഇപ്പോഴും മോഡിഫൈ ചെയ്ത് അത് ഒരു ക്ലീൻ ലുക്കിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരുപാട് വണ്ടികളും ഇപ്പോഴും നിരത്തിലുണ്ട്. മാരുതി 800 ഒക്കെ ഇപ്പോഴും ചിലർക്കതൊരു എന്താ പറയുക, ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റാണ് അങ്ങനെയുള്ള വണ്ടികളോട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളിൽ ഒരു പവർ സ്റ്റിയറിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും. ചിലർക്ക് പുതിയ വാഹനങ്ങൾ എടുക്കാനുള്ള ഒരു ബഡ്ജറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമോ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഡ്രൈവിംഗ് ഒന്നും കൂടി കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിൽ പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് മാരുതിയുടെ വണ്ടികളാണ് കൂടുതലും പവർ സ്റ്റിയറിംഗ് കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വരാറുള്ളത്. ആൾട്ടോ അതുപോലെ 800 സെൻ ഈക്കോ അങ്ങനെയുള്ള വണ്ടികൾ പെട്രോളായാലും ഡീസലായാലും എല്ലാം ഒരുവിധ വണ്ടികളിലെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ സെക്കൻഡ്സ് ലെവലിലും ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രാൻഡ് ന്യൂ പവർ സ്റ്റിയറിംഗ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ന് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് ആൾട്ടോയിലാണ്. ആൾട്ടോ LX മോഡലിലാണ് നമ്മൾ ചെയ്തത്. അതിനെ നമ്മൾ പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഒരു വേരിയൻറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വേരിയൻറ്റിൽ വന്നിരുന്നത് പവർ സ്റ്റിയറിംഗോട് കൂടിയായിരുന്നു, LXൽ വന്നിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ആൾട്ടോ ഇവിടെ റെഡിയാണ്. ആൾട്ടോ LX മോഡലാണിത്. നെക്സ്റ്റ് വേരിയൻറ്റ് വരുന്നത് LXi ആണ്. അപ്പോൾ നമ്മൾ LXi വേരിയൻറ്റിലോട്ട് പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ട് ഈ വണ്ടീനെ നമ്മൾ മാറ്റിയെടുക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ വണ്ടിയുടെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ടൈറ്റ് തന്നെയാണ്, നോർമൽ സ്റ്റിയറിംഗ് പോലെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ച് നോക്കി നോക്കാം. കണ്ടില്ലേ, നല്ല ടൈറ്റാണ്. ഇത് നമ്മൾ പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് വണ്ടി മൂവ് ചെയ്ത് തന്നെ അവിടെ കിടക്കുമ്പോൾ നല്ല ഫ്രീ ആയിട്ട്, ഇപ്പോൾ വരുന്ന വണ്ടികളിലെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാനുവൽ പവർ സ്റ്റിയറിംഗ് കോളം ഇതിന്ന് അഴിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റിയറിങ്ങിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് പാർട്സൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റിയറിംഗ് ബോൾട്ട് അഴിക്കണം. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. സ്റ്റിയറിംഗ് വീല് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ മേലെ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ക്ലസ്റ്ററിൽ, അതായത് ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ ഹെഡ്ലൈറ്റ്, വൈപ്പർ, അതിനൊക്കെ വരുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റ് അതിൽ നിന്ന് അഴിച്ചു മാറ്റണം. ഇതിനെ പറയുന്ന പേര് കോമ്പിനേഷൻ സ്വിച്ചസ് എന്നാണ്. ഇത് ഫുള്ള് പ്ലഗുകളാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ അതിൻ്റെ ഇൻഡിക്കേഷനും എല്ലാം കാണുന്നതും. അപ്പോൾ നമ്മൾ മാനുവൽ സ്റ്റിയറിംഗ് കോളം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഒരു യൂണിറ്റ് തന്നെയാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ കോളം വരിക. പക്ഷെ അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് വരും. ഒരു ഇലക്ട്രോണിക് മൊഡ്യൂളും വരും, പിന്നെ വേറൊരു മോട്ടറും വരും. അപ്പോൾ നമ്മൾ പവർ സ്റ്റിയറിംഗ് കോളം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിന് ഈ താഴെ കാണുന്ന ഇതാണ് അതിൻ്റെ മോട്ടർ വരുന്നത്. അതിന് മുകളിൽ കാണുന്ന ഈ ഒരു മൊഡ്യൂളുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് സംഭവങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന മൊഡ്യൂൾ. ആ സ്വിച്ചസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്.
നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ പ്ലാസ്റ്റിക് പാർട്സ് അതുപോലെ സ്റ്റിയറിംഗ് വീലെല്ലാം രണ്ടാമതും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി സ്റ്റിയറിംഗ് വീൽ ജസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വീല് ഫ്രീ ആയോ എന്നുള്ളതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലസ്റ്ററിലെല്ലാം ക്ലിയർ ആണ്. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വീല് നല്ല ഫ്രീ ആണ്, പവർ സ്റ്റിയറിംഗ് പോലെ. അതിൻ്റെ ടയറിൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ല. സാധാരണ നിർത്തിയിട്ട വണ്ടികളിൽ മാനുവൽ പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് തിരിക്കാനൊക്കെ. ഇതിപ്പോൾ കിടന്നിടത്ത് തന്നെ കിടന്ന് ടയേഴ്സൊക്കെ സിമ്പിളായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി രണ്ടാമത് ഫൈനലായിട്ടുള്ള ഇൻസ്റ്റാളേഷനാണ് എല്ലാ ഫൈബർ പാർട്സും. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി സ്റ്റിയറിംഗ് വീല് കറക്റ്റ് സെൻറ്റർ ചെയ്യാനുള്ളൊരു ചെക്കിങ് കൂടി ഉണ്ട്. അത് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അത് ചെയ്യുക, അലൈൻമെൻറ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സ്റ്റിയറിങ്ങിന് താഴെ വരുന്ന ഒരു ഫൈബർ പാർട്സ് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റിയറിങ് ഒരു ഫൈനൽ ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ പോലും നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കണം നമുക്ക്. ഫൈബർ പാർട്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് പോവാം. ടെസ്റ്റ് ഡ്രൈവ് പോകുമ്പോഴാണ് നമുക്ക് ഈ വണ്ടിയുടെ അലൈൻമെൻറ്റ്, സ്റ്റിയറിങ്ങിൻ്റെ ഒരു കറക്റ്റ് അലൈൻമെൻറ്റ് ക്ലിയർ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ലൈനിലായിരിക്കുന്ന, ടയർ കറക്റ്റ് ലൈനിലായിരിക്കുന്ന ടൈമിൽ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ലെവലും നമ്മൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് അഴിച്ചെടുത്തിട്ട് രണ്ടാമതും ഫിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ ബോൾട്ട് അഴിച്ച് മാറ്റിയത്. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾക്ക് കാണാം. ഇതുപോലെയാണ് നമ്മൾ അലൈൻമെൻറ്റ് ക്ലിയർ ആക്കുന്നത്. സ്റ്റിയറിംഗ് വീലും അതുപോലെ ടയറും തമ്മിലുള്ള ഒരു കറക്റ്റ് ലൈനിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് അഴിച്ച് ഇടുന്നത് കുറച്ച് റിസ്ക്കാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത് മാത്രമാണിത്. ഒരു ചെറിയൊരു പോയിൻറ്റിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ നമ്മൾക്കൊന്ന് അഴിച്ചിടേണ്ടി വരും. ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ഷോപ്പിലോട്ട് പോയിട്ട് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഫൈനൽ ഫിറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ശേഷം അതിൻ്റെ ഹോണിൻ്റെ ആ ഒരു ഫൈബർ പാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്കിത് ചെയ്യാൻ വെറും 3 മണിക്കൂർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴുണ്ടായിരുന്ന ആ ഒരു ടൈറ്റ് നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ടുണ്ട് വണ്ടി. അപ്പോൾ വണ്ടി ഡെലിവറിക്ക് റെഡിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഓൾഡ് മോഡൽ വണ്ടികളിൽ പവർ സ്റ്റിയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ഡ്രൈവ് ആയാലും ഒരു എന്താ പറയുക ഷോർട്ട് ഡ്രൈവ് ആയാലും ടൗണിലൂടെയുള്ള യാത്രകൾ അങ്ങനെയുള്ള യാത്രകളിലെല്ലാം നിങ്ങൾക്കൊന്നും കൂടിയും കംഫർട്ടായി തോന്നും നിങ്ങളുടെ വണ്ടികൾ. ഇതുപോലെയുള്ള പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റാളേഷന് വേണ്ടി നമ്മുടെ ഷോപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. കാർമേറ്റ് കാർ ആക്സസറീസ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും നമ്പർ എടുത്ത് എന്നെ വാട്സപ്പ് ചെയ്യാം, അതുപോലെ കോൾ ചെയ്യാം. സെയിം നമ്പറിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജെല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കയറി ഫോളോ ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും തിരിച്ചു വരാം. അതുവരെ സീ യു, ബൈ.